ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് പുതിയൊരു ചാപ്റ്റർ നമുക്ക് ആരംഭിക്കാം. ഇത് +1 ചാപ്റ്റർ 21 ആണ്, ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഈ ചാപ്റ്റർ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ ഓരോ നെർവസിനെ കുറിച്ചും നെർവസ് സിസ്റ്റത്തെക്കുറിച്ചാണ്. ബ്രെയിൻ അടങ്ങുന്ന നമ്മുടെ ഈ സുഷുമ്നാ നാഡി അടങ്ങുന്ന സ്പൈനൽ കോഡ് അടങ്ങുന്ന ഈ ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റം നമ്മുടെ ശരീരത്തിൻ്റെ പല തരത്തിലുള്ള ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവയവമായ ബ്രെയിനും ആ ബ്രെയിനിൻ്റെ അനുബന്ധമായിട്ടുള്ള നെർവസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുന്നത്. ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്നുള്ള ചാപ്റ്റർ. Okay, as we know that the function of the organs or organ system in our body must be coordinated to maintain homeostasis. ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുള്ള ഒരു ഇക്വിലിബ്രിയമാണ്, ഒരു മെയിൻ്റനൻസ് ആണ്. നമ്മളെ ശരീരത്തിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊരു മെയിൻറ്റെയിൻ ചെയ്തൊരു ഇക്വിലിബ്രിയം ലെവലിൽ കൊണ്ടുപോകണമെങ്കിൽ ഈ ഓർഗൻസിൻ്റെയും അതേപോലെ തന്നെ ഓർഗൻസ് പരസ്പരമുള്ള ഒരു കോർഡിനേഷൻ നിർബന്ധമാണ്. ആ കോർഡിനേഷനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് 2 സിസ്റ്റംസാണ്. ഒന്ന് ന്യൂറൽ സിസ്റ്റവും മറ്റ് എൻഡോക്രൈൻ സിസ്റ്റവുമാണ്. അതിൽ പ്രധാനപ്പെട്ടാണ് നമ്മുടെ ഈ ന്യൂറോൺസിൻ്റെയൊക്കെ പ്രവർത്തന ഫലമായിട്ടുള്ള കോർഡിനേഷൻ ഈസ് ദ പ്രോസസ് ത്രൂ വിച്ച് 2 or more organs interact and complement the function of one another. അപ്പോൾ എന്താണ് ഈ കോർഡിനേഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം? 2 or 3 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഓർഗൻസ് പരസ്പരമുള്ള ഒരു ബന്ധം, അത് തമ്മിലുള്ള ഇൻട്രാക്ഷൻ, അത് കൃത്യമായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ആ കോർഡിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, when we do physical exercises, the energy demand is increased for maintaining an increased muscular activity. The supply of oxygen is also increased. അപ്പോൾ നമ്മൾ ഇതൊരു ഉദാഹരണം പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ, ഒന്ന് ഓടുകയോ ചാടുകയോ അല്ലെങ്കിൽ പുഷപ്പ് എടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുകയാണ് അല്ലേ, ശരീരത്തിൻ്റെ മസിൽസ് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് എനർജി വേണ്ടി വരും. അപ്പോൾ എനർജി വേണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഓക്സിജൻ സപ്ലൈ അതിലേക്ക് എത്തണം, ആ ഭാഗങ്ങളിലേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻക്രീസ് സപ്ലൈ ഓഫ് ഓക്സിജൻ നെസസിറ്റേറ്റ്സ് ആൻ ഇൻക്രീസ് ഇൻ ദ റേറ്റ് ഓഫ് റെസ്പിറേഷൻ. ആ സമയത്ത് ഓക്സിജൻ കൂടുതൽ അളവിൽ വേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ വളരെ അതിലും നോർമൽ ലെവലായാലും കൂടുതലായിട്ട് ശ്വസിക്കേണ്ടി വരും, അളവ് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കേണ്ടി വരും. അതേപോലെ ഹാർട്ട് ബീറ്റ് അത് ഇൻക്രീസ് ആവും. ആൻഡ് ഇൻക്രീസ് ഇൻ ബ്ലഡ് ഫ്ലോ ബ്ലഡ് വെസൽസ്. അപ്പോൾ ഹാർട്ടിൻ്റെ ഈ ഒരു ബീറ്റ് വർദ്ധിക്കുകയും അത് കാരണമായിട്ട് രക്തത്തിൻ്റെ അളവ് അല്ലെങ്കിൽ സ്പീഡ് ബ്ലഡ് ഫ്ലോ ബ്ലഡ് വെസൽസിലേക്ക് വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ മസ്കുലർ ആക്ടിവിറ്റിയാണ് ചെയ്യുന്നതെങ്കിലും വേറെ ഒരുപാട് ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കോർഡിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1 or 2 അല്ലെങ്കിൽ അതിലധികമോ ഓർഗൻസ് പരസ്പരമുള്ള ഒരു ബന്ധം, ഒരു കോംപ്ലിമെൻറ്റും ഒരു ഇൻട്രാക്ഷനുമാണ്. When physical exercise is stopped, the activities of nerves, lungs, heart and kidney gradually return to their normal conditions. അപ്പോൾ നമ്മളിങ്ങനെ എക്സസൈസ് ചെയ്യുകയായിരുന്നു, പെട്ടെന്ന് തന്നെ ഈ എക്സസൈസ് നമ്മൾ നിർത്തിയെന്ന് വെച്ചോ. അപ്പോൾ നിർത്തി കഴിഞ്ഞാൽ അപ്പോൾ ആ എക്സസൈസിന് വേണ്ടി സഹായിച്ച ബാക്കിയുള്ള ഓർഗൻസിൻ്റെ പ്രവർത്തനവും നിൽക്കും. ഹാർട്ടും അതേപോലെ ലങ്സ്, കിഡ്നീസിൻ്റെ ഒക്കെ സാധാരണ നിലയിലേക്ക് വരും. Thus the function of muscles, lungs, heart, blood vessels, kidney and other organs are കോർഡിനേറ്റഡ് ബൈ പെർഫോമിങ് ഫിസിക്കൽ എക്സസൈസസ്. അപ്പോൾ ഇതൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. നമ്മൾ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഈ നമ്മുടെ മസ്കുലർ ബോഡി മാത്രമല്ല പ്രവർത്തിക്കുന്നത്, മസിൽസ് മാത്രമല്ല പ്രവർത്തിക്കുന്നത്, വേറെയും ഒരുപാട് അവയവം, കിഡ്നി, അതേപോലെ ബ്ലഡ് വെസൽസ്, അതേപോലെ ഹാർട്ട്, ലങ്സ് ഒക്കെ അതിന് കോംപ്ലിമെൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇൻ അവർ ബോഡി, neural system and endocrine system jointly coordinate and integrate all the activities of the organs so that they function in a synchronized fashion. അപ്പോൾ നമ്മളെ ശരീരത്തിലെ പല ഏറ്റവും പ്രധാന ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുന്നതിൽ ന്യൂറോൺസിന് അടങ്ങിയിരിക്കുന്ന ഈ ഒരു ന്യൂറൽ കൺട്രോൾ, അതേപോലെ ഈ എൻഡോക്രൈൻ സിസ്റ്റം, ന്യൂറൽ സിസ്റ്റത്തിൻ്റെയും അതേപോലെ എൻഡോക്രൈൻ സിസ്റ്റമാണ് മെയിനായിട്ട് ഈ ആക്ടിവിറ്റീസൊക്കെ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ,
അപ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് എന്ത് ന്യൂറൽ സിസ്റ്റം എന്ന് പറയുന്നത്. The neural system provides an organized network of point-to-point connection for a quick coordination. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് നെർവ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ആ നെർവ്സിലൊക്കെ പരസ്പരമായിട്ടുള്ളൊരു കോർഡിനേഷൻ ബന്ധമുണ്ട്. ഓരോ വ്യത്യസ്ത മേഖലകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ നടക്കുന്നത്. ദ എൻഡോക്രൈൻ സിസ്റ്റം പ്രൊവൈഡ്സ് കെമിക്കൽ ഇൻ്റഗ്രേഷൻ ത്രൂ ഹോർമോൺസ്. എന്താ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഗ്ലാൻസ് ഉണ്ട്. ഈ തൈറോയിഡ്, തൈമസ്, അതേപോലെ പിറ്റ്യൂട്ടറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗ്ലാൻസ്. ഈ ഗ്ലാൻസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുക. ഈ ഹോർമോൺസിൻ്റെ ആണ് നമ്മുടെ ശരീരത്തിലെ പല വളർച്ചയെയും അതേപോലെ പല കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്തും കൺട്രോൾ ചെയ്യുന്ന ഈ ഹോർമോൺസിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ്. അപ്പോൾ ഈ ഹോർമോൺസും അതേപോലെ ഈ ഗ്ലാൻസും അടങ്ങിയ സിസ്റ്റത്തെയാണ് നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ ന്യൂറൽ സിസ്റ്റത്തെ വിളിച്ചത് ബ്രെയിനും അതേപോലെ തന്നെ സ്പൈനൽ കോഡും ഒക്കെ അടങ്ങിയിരിക്കുന്ന നെർവസ് ഒക്കെ അടങ്ങിയിരിക്കുന്ന സിസ്റ്റമാണ് ന്യൂറൽ സിസ്റ്റം. അപ്പോൾ ഈ രണ്ട് സിസ്റ്റംസാണ് ഈ ശരീരത്തിൻ്റെ കോർഡിനേഷനെ ഏറ്റവും പ്രധാനമായിട്ട് സഹായിക്കുന്നത്. In this chapter, you will learn about neural system of human, mechanism of neural coordination like transmission of nerve impulse conduction across a synapse and physiology of reflex action. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ന്യൂറൽ സിസ്റ്റത്തെക്കുറിച്ചാണ്. നമുക്ക് ഇത് കഴിഞ്ഞാൽ 22ാമത്തെ ചാപ്റ്റർ ഈ ഒരു എൻഡോക്രൈൻ സിസ്റ്റത്തെക്കുറിച്ചായിരിക്കും. അപ്പോൾ ന്യൂറൽ സിസ്റ്റമാണ് പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്യുന്നത്. അതായത് എങ്ങനെയാണ് നെർവസ് വർക്ക് ചെയ്യുന്നത്, ഒരു ഇമ്പൾസ് ഒരു നെർവസിൽ എത്തിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് വേറൊരു നെർവസിലേക്ക് എത്തിക്കുന്നത്, സിനാപ്സിലൂടെ ഒക്കെ എങ്ങനെയാണ് പ്രവർത്തനം നടക്കുന്നത്, ഈ മൊത്തത്തിലുള്ള കോർഡിനേഷൻ എങ്ങനെയാണ്, ഇവിടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ അതേപോലെ റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ പെട്ടെന്ന് ഒരു മുള്ള് നട്ടാലോ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ഇൻവളണ്ടറി ആയിട്ട് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ റെസ്പോൺസ്, അതാണ് റിഫ്ലക്സ് ആക്ഷൻ. മുള്ള് നട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കാല് വലിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കാല് വലിക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്താണ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിൽ വരുന്ന ഒരു ആക്ഷനാണ്, റിഫ്ലക്സ് ആക്ഷൻ എന്നാണ്. അതിൻ്റെ പിന്നിലുള്ള എന്താണ് അതിൻ്റെ പിന്നിലുള്ള സയൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ളൊരു മേഖലയാണ്. ഇത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള പിക്ചറാണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ വഴി കിട്ടുന്നത്. ഓക്കെ, ന്യൂറൽ സിസ്റ്റം എന്നുള്ള the neural system. The neural system of all animals is composed of highly specialized cells called neurons, which can detect, receive and transmit different kinds of stimuli. അപ്പോൾ നമ്മളെ ഹ്യൂമൻ ബീയിങ്സിൽ മാത്രമല്ല ഈ ന്യൂറൽ സിസ്റ്റം ഉള്ളത്, ഇതേപോലെയുള്ള വേറെ ജീവികളുണ്ടല്ലോ. ആ ജീവികളിലും ന്യൂറോൺസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവം ന്യൂറോൺസ് എന്ന് പറയുന്ന ആ കോശങ്ങൾ, ആ സെൽസ്, ആ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസാണ്. അത് ആണ് ഈ ന്യൂറൽ സിസ്റ്റത്തിനെ ഏറ്റവും പ്രധാനമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഹൈലി സ്പെഷ്യലൈസ്ഡ് സെല്ലാണ്, അതിൻ്റെ പേരാണ് ന്യൂറോൺസ്. ആ ന്യൂറോൺസിന് എന്താക്കാം വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റിമുലി എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ഉദ്ദീപനം എന്ന് പറയും. അതായത് നമ്മൾ മുള്ളു നടുകയോ അല്ലെങ്കിൽ അങ്ങനെ പുറത്തുനിന്നുള്ള ഏതിനും നമ്മൾ ഉദ്ദീപനം അല്ലെങ്കിൽ സ്റ്റിമുലി എന്നാണ് പറയുക. അപ്പോൾ ആ സ്റ്റിമുലിനെയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതെന്താണ് വേണ്ടത് അത് ബ്രെയിനിലേക്ക് കൃത്യമായ ഇൻഫർമേഷൻ കൊടുക്കാനും അതുവഴി റെസ്പോൺസ് കൊണ്ടുവരാനും ഒക്കെ സഹായിക്കുന്ന കോശങ്ങൾക്കാണ് ന്യൂറോൺസ് എന്ന് പറയുന്നത്. ദ ന്യൂറൽ ഓർഗനൈസേഷൻ ഈസ് വെരി സിമ്പിൾ ഇൻ ലോവർ ഇൻവെർട്ടിബ്രേറ്റ്സ്. അപ്പോൾ നട്ടിലില്ലാത്ത ജീവികൾ ഇൻവെർട്ടിബ്രേറ്റ്സ് എന്ന് പറയാം. അപ്പോൾ അതിൽ വളരെ സിമ്പിളായിട്ടാണ് ഈ ന്യൂറോൺസിൻ്റെ അല്ലെങ്കിൽ ന്യൂറൽ ഓർഗനൈസേഷൻ ഒക്കെ നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻ ഹൈഡ്ര എന്ന് പറയുന്ന ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ജീവി ഇൻവെർട്ടിബ്രേറ്റ് ആണ്. ഈസ് കമ്പോസ്ഡ് ഓഫ് എ നെറ്റ്വർക്ക് ഓഫ് ന്യൂറോൺ. അതിൽ ചെറിയൊരു ന്യൂറോൺസിൻ്റെ ചെറിയ നെറ്റ്വർക്ക് മാത്രമേ ഉള്ളൂ. ദ ന്യൂറൽ സിസ്റ്റം ഈസ് ബെറ്റർ ഓർഗനൈസ്ഡ് ഇൻ ഇൻസെക്റ്റ്. കുറച്ചുകൂടിയും വലിയ ജീവികൾ, ഇൻസെക്റ്റുകൾ, പ്രാണികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടിയും ബെറ്റർ ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഈ ന്യൂറൽ സിസ്റ്റം പോകുന്നത്. വേർ ദ ബ്രെയിൻ ഈസ് പ്രസൻറ്റ് അലോങ് വിത്ത് എ നമ്പർ ഓഫ് ഗാംഗ്ലിയ ആൻഡ് ന്യൂറൽ ടിഷ്യൂസ്. ചിലതിലൊക്കെ ഉണ്ടാവും ബ്രെയിൻ ഉണ്ടാവും, അതേപോലെ തന്നെ ഗാംഗ്ലിയ എന്ന് പറയുന്ന സാധനമാണ്, അതേപോലെ ന്യൂറൽ ടിഷ്യൂസൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ചില ഇൻസെക്ട്സിലുണ്ടാവുക. പിന്നെ അതിലും ഏറ്റവും ഹയർ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള വെർട്ടിബ്രേറ്റ്സ്, നട്ടലുള്ള ജീവികൾ ഹാവ് എ മോർ ഡെവലപ്ഡ് ന്യൂറോൺസ്. കുറച്ചുകൂടി വളരെ കൂടുതൽ നന്നായിട്ട് ഡെവലപ്പായ ഒരു ന്യൂറൽ സിസ്റ്റമാണ് ഉള്ളത്. ഓക്കെ,
ഇനി നമ്മൾ ഇതിൽ ആ ഒരു ജീവികളിലെ ന്യൂറൽ സിസ്റ്റത്തേക്കിലൊന്നും പോകുന്നില്ല. നമ്മൾ ആകെ ഡിസ്കസ് ചെയ്യുന്നത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ന്യൂറൽ സിസ്റ്റത്തെക്കുറിച്ചാണ്. സോ ലെറ്റ്സ് ഗോ ഫോർ human neural system. What is it about? The human neural system is divided in two parts. രണ്ട് തരത്തിലാണ്, രണ്ട് പാർട്സ് ആയിട്ടാണ് ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റം ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് സെൻട്രൽ ന്യൂറൽ സിസ്റ്റം അല്ലെങ്കിൽ CNS എന്ന് പറയും. ദ സെക്കൻഡ് വൺ ഈസ് പെരിഫറൽ ന്യൂറൽ സിസ്റ്റം. സോ വാട്ട് അബൌട്ട് CNS? എന്താണ് CNS എന്ന് പറഞ്ഞാൽ? CNS ഇൻക്ലൂഡ്സ് ദ ബ്രെയിൻ. ദ മെയിൻ ബോഡി ഓർ മെയിൻ ഓർഗൻ ഓഫ് CN ഈസ് ബ്രെയിൻ, അതേപോലെ തന്നെ സ്പൈനൽ കോഡ്, സുഷുമ്നാ നാഡി നമ്മൾ മലയാളത്തിൽ വിളിക്കുന്നു. അപ്പോൾ ഈ ബ്രെയിനും സ്പൈനൽ കോഡാണ് ഈ CNSലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങൾ. ആൻഡ് ഈസ് ദ സൈറ്റ് ഓഫ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ആൻഡ് കൺട്രോൾ. അപ്പോൾ ഇവിടെയാണ് ഏറ്റവും സെൻറ്റർ എന്ന് പറഞ്ഞാൽ. പല സ്ഥലത്തു നിന്ന് ഉദ്ദീപനങ്ങളൊക്കെ എത്തിക്കുകയാണെങ്കിൽ ഇതിൽ മൊത്തം അനലൈസ് ചെയ്യുകയും ഇൻഫർമേഷനൊക്കെ പ്രോസസ്സ് ചെയ്യുകയും എന്താണോ റെസ്പോണ്ട് വേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു സ്ഥലമാണ് ബ്രെയിൻ, അതേപോലെ സ്പൈനൽ കോഡൊക്കെ. അപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടറിനെ പറ്റി പറയും അല്ലേ, കമ്പ്യൂട്ടറിൽ പല അതിൽ ഈ CPU എന്ന് പറയുന്നതാണ് ഏറ്റവും അതിൻ്റെ ബ്രെയിൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിലാണ് പ്രോസസ്സിങ്ങൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് നടക്കുന്നത്. ശരിക്കും ഈ CPU കമ്പ്യൂട്ടറൊക്കെ ഈ ഒരു ബ്രെയിൻ്റെ സിസ്റ്റത്തെ നോക്കിയിട്ടൊക്കെയാണ് എന്താകുന്നത് ഇത് ഡെവലപ്പാക്കി എടുക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളാണ് ബ്രെയിനും സ്പൈനൽ കോഡും ഈ ന്യൂറൽ സിസ്റ്റത്തിൽ. ദ PNS കംപ്രൈസസ് ഓഫ് ഓൾ ദ നെർവ്സ് ഓഫ് ദ ബോഡി അസോസിയേറ്റഡ് വിത്ത് CNS. എന്താ PNS എന്ന് പറഞ്ഞാൽ പെരിഫറൽ നെർവസ് സിസ്റ്റം. പെരിഫറൽ നെർവസ് ആ വാക്ക് തന്നെ മനസ്സിലാവും എന്താണ് പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെർവസ് അടങ്ങിയിരിക്കുന്ന സിസ്റ്റത്തെയാണ് PNS എന്ന് പറയുന്നത്. ഓക്കെ, ദ നെർവ്സ് ഫൈബേഴ്സ് ഓഫ് PNS ആർ ടു ടൈപ്സ്. PNS എന്ന് പറയുന്നത് എന്താണ്? ഈ ബ്രെയിനും സ്പൈനൽ കോഡ് അല്ലാത്ത ബാക്കി ശരീരത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെയുള്ള ഈ ഉദ്ദീപനങ്ങൾ എത്തിക്കാനുള്ള ന്യൂറോൺസ് അടങ്ങിയ ഒരു സിസ്റ്റം. CNS അല്ലാത്ത ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന സിസ്റ്റത്തെയാണ് പെരിഫറൽ ന്യൂറൽ സിസ്റ്റം എന്ന് പറയുന്നത്. പെരിഫറൽ ന്യൂറൽ സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ഫൈബേഴ്സാണുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് അഫറൻറ്റ് ഫൈബേഴ്സ്, ദ സെക്കൻഡ് വൺ ഈസ് എഫറൻറ്റ് ഫൈബേഴ്സ്. എന്താ അഫറൻറ്റ് ഫൈബേഴ്സും എഫറൻറ്റും? ആ രണ്ട് വാക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. അഫറൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ഉദ്ദീപനങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്ത് പല സ്റ്റിമുലീസും ശരീരത്തിലേക്ക് എത്തുന്ന സമയത്ത് ആ ഒരു സ്റ്റിമുലീനെ നേരെ ബ്രെയിനിലേക്ക് എത്തിക്കുന്ന ഫൈബേഴ്സിനെയാണ് അഫറൻറ്റ് ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇനി ഇത് റെസ്പോണ്ട് ആയിട്ട് എന്താണ് ആ ബ്രെയിൻ തീരുമാനിക്കും എന്താണ് റെസ്പോണ്ട് ചെയ്യുന്നത്, ആ റെസ്പോണ്ട് മെസ്സേജ് നേരെ ആ ഒരു സൈറ്റിലേക്ക് എത്തിക്കുന്ന ഫൈബേഴ്സിന് പറയുന്നതിനാണ് എഫറൻറ്റ് ഫൈബേഴ്സ് എന്ന് പറയും. ഓക്കെ, the afferent nerve fibers transmits impulse from tissues, organs to CNS, and CNS means central nervous system, and the efferent fibers, as I said, transmit regulatory impulses from the CNS, the central nervous system, to the concerned peripheral tissues or organs. എവിടെയാണോ ആ ഇൻഫർമേഷൻ എത്തിക്കേണ്ടത്, ആ റെസ്പോൺസ് എത്തിക്കേണ്ടത്, ആ ഭാഗത്തേക്ക് ഇൻഫർമേഷൻ എത്തിക്കുന്ന ഫൈബേഴ്സിനെയാണ് എഫറൻറ്റ് ഫൈബേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദ PNS ഈസ് ഡിവൈസ്ഡ് ഇൻ ടു ടു ഡിവിഷൻസ്. ഇത് വീണ്ടും ഈ PNSനെ രണ്ട് തരത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം ആൻഡ് ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റം. PNSനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദ ഫസ്റ്റ് വൺ ഈസ് സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റം. ദ സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം റിലൈസ് ഇമ്പൾസസ് ഫ്രം ദ CNS to skeletal muscles, while the autonomic neural system transmits impulses from CNS to the involuntary organs and smooth muscles of the body. അപ്പോൾ എന്താണ് ഈ സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റവും അതേപോലെ ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ? ഇതിൽ പ്രധാനമായിട്ടും ഈ CNS, അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റം, ഈ ബ്രെയിനും സുഷുമ്നാ നാഡി അടങ്ങിയിരിക്കുന്ന ഈ CNSൽ നിന്ന് ഇൻഫർമേഷൻ അല്ലെങ്കിൽ റെസ്പോൺസ് ഒക്കെ സ്കെൽറ്റൽ മസിൽസിലേക്ക്, അതായത് നമുക്ക് വളണ്ടറി ആയിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന നമ്മളുടെ മസിൽസൊക്കെയുള്ള സ്കെൽറ്റൽ മസിൽസിലേക്ക് എത്തിക്കുന്നതാണ് സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം. എന്നാൽ നമുക്ക് വളണ്ടറി ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചില ഓർഗൻസ്, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ചില ഓർഗൻസ്, ഹൃദയം, അതേപോലെ ഈ ഒരു കിഡ്നി പോലെയുള്ള ഇൻവളണ്ടറി ഓർഗൻസ്, അത് നമ്മൾ വിചാരിച്ചാൽ അതിൻ്റെ പ്രവർത്തനമൊന്നും നമുക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇൻവളണ്ടറി ആണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ്. ശരീരത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, കോൺഷ്യസ് ആയിട്ട് നമുക്കതിനെ ഇടപെടാൻ പറ്റാത്ത അങ്ങനത്തെ ഓർഗൻസിലേക്കുള്ള ഉദ്ദീപനം അല്ലെങ്കിൽ ഇൻഫർമേഷൻസിനെ അല്ലെങ്കിൽ CNS എന്നുള്ള ഇൻഫർമേഷനെ എത്തിക്കുന്ന ന്യൂറൽ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് പെരിഫറൽ ന്യൂറൽ സിസ്റ്റത്തെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. The autonomic
ഓട്ടോണമിക് ന്യൂറൽ സിസ്റ്റം ഈസ് ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു സിമ്പതറ്റിക് ന്യൂറൽ സിസ്റ്റം ആൻഡ് പാരാസിമ്പതറ്റിക് ന്യൂറൽ സിസ്റ്റം. ഈ ഓട്ടോണമിക് ന്യൂറൽ സിസ്റ്റം തന്നെ എന്താവുന്നു, രണ്ട് തരത്തിൽ വീണ്ടും ഡിവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഒന്ന് സിമ്പതറ്റിക് ന്യൂറൽ സിസ്റ്റം, ദ നെക്സ്റ്റ് വൺ ഈസ് പാരാസിമ്പതറ്റിക് ന്യൂറൽ സിസ്റ്റം. അപ്പം PNS രണ്ട് തരത്തിലാണ്, സൊമാറ്റിക്കും അതേപോലെ ഓട്ടോണമിക്കും. ഈ ഓട്ടോണമിക്കിന് രണ്ടായിട്ട് വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് വൺ ഈസ് സിമ്പതറ്റിക് ന്യൂറൽ സിസ്റ്റം ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് പാരാസിമ്പതറ്റിക് ന്യൂറൽ സിസ്റ്റം. ഓക്കെ. Visceral neural system, nervous system, is the part of the peripheral nervous system that comprises the whole complex of nerves, fibers, ganglia and plexus by which impulse travel from the central nervous system to the viscera and from the viscera to central nervous system. അപ്പം വിസറ എന്ന് പറയുന്നത് ഈ ഓർഗൻസ് ഒക്കെ അടങ്ങി എല്ലാത്തിനും കൂടി പറയുന്ന പേരാണ്. അപ്പോൾ അതിനെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്നത് വിസറൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അതായത് ഇതിൽ നെർവസ് അടങ്ങിയിട്ടുണ്ട്, ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്, ഗാംഗ്ലിയ അടങ്ങിയിട്ടുണ്ട്, പ്ലക്സസ് എന്ന് പറയുന്ന നെർവസിൻ്റെ ഷെല്ലുകൾ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ വിച്ച് ഇമ്പൾസ് ട്രാവൽ ഫ്രം ദ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നുള്ള ഇമ്പൾസ് ഒക്കെ ഇവിടേക്കൊക്കെ എത്തിക്കുന്നത് ഉള്ള ഒരു നെർവസ് സിസ്റ്റത്തിന് നമ്മൾ വിസറൽ നെർവസ് സിസ്റ്റം എന്ന് വിളിക്കുന്നു. വിസറൽ ഓർഗൻസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് ന്യൂറോൺ ആസ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ന്യൂറൽ സിസ്റ്റം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ന്യൂറൽ സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെല്ല് എന്ന് പറഞ്ഞാൽ ന്യൂറോൺസ് ആണ്. ഈ ന്യൂറോൺസിൻ്റെ സ്ട്രക്ചർ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഈ ചെറിയ ക്ലാസ്സിൽ താഴെയുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മളിത് പഠിച്ചിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടിയും എലാബറേറ്റ് നമുക്കിത് മനസ്സിലാക്കാം. A neuron is a microscopic structure composed in 3 major parts, namely cell body, dendrites and axon. അപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ പിക്ചർ ഇവിടെ കാണാം. ഇതാണ് ഒരു ന്യൂറോൺ. ഓക്കെ, ന്യൂറോൺ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ന്യൂറോൺസിൽ പ്രധാനമായിട്ടും മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഡെൻഡ്രൈറ്റ് ആണ്, പിന്നെ സെൽ ബോഡി എന്ന് പറയും, പിന്നെ ആക്സോൺ. ഇതിൽ നിങ്ങൾക്ക് ഓരോ ഭാഗങ്ങളും ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ. ഡെൻഡ്രൈറ്റ്സ് കാണിച്ചിട്ടുണ്ട്, ആ ശാഖകളായിട്ട് കാണിക്കുന്നു. പിന്നെ നിസിൽസ് ഗ്രാന്യൂൾസ് എന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ ചുവന്ന നിറത്തിലുള്ള ഒരു കാര്യങ്ങൾ. അതേപോലെ സെൽ ബോഡി അവിടെ കാണിച്ചിട്ടുണ്ട്. സെൽ ബോഡി അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം. പിന്നെ ന്യൂക്ലിയസ് അവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഷ്വാൻ സെൽ ആ ഒരു കറുത്ത നിറത്തിൽ കാണിച്ചിട്ടില്ലേ, അതാണ് ഷ്വാൻ സെൽസ്. പിന്നെ ആക്സോണാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഏറ്റവും നീളത്തിലുള്ള ഒരു ഡെൻഡ്രൈറ്റിൽ നിന്ന് ഉദ്ദീപനങ്ങൾ എന്താകുന്നു അടുത്ത ഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ സിനാപ്സിലേക്ക് എത്തിക്കുന്ന ഇതാണ് ആക്സോൺ എന്ന് പറയുന്നത്. പിന്നെ മൈലിൻ ഷീത്ത് ആ ഒരു ഷ്വാൻ സെല്ലിനെ അല്ലെങ്കിൽ ഷ്വാൻ സെൽസിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഷീറ്റ് പോലത്തെ സാധനമാണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. പിന്നെ ആ രണ്ട് മൈലിൻ ഷീത്തിൻ്റെ ഇടയിലുള്ള ആ ജംഗ്ഷനെ നമ്മൾ പറയുന്ന പേരാണ് നോഡ് ഓഫ് റാൻവെയർ. അതേപോലെ തന്നെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആക്സോൺ ടെർമിനൽ കാണാം. ആക്സോൺ ഇങ്ങനെ വന്നതിന് ശേഷം പിന്നെ ശാഖകളായിട്ട് മാറുന്നു, അതാണ് ആക്സോൺ ടെർമിനൽ എന്ന് പറയുന്നത്. ആ ശാഖകളുടെ അവസാനത്തിൽ നമുക്ക് എന്താക്കാം, ഈ ബോൾ പോലത്തെ ചെറിയ ഉണ്ട പോലത്തെ സാധനം കാണാം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് നോബ്. ഓക്കെ, സിനാപ്റ്റിക് നോബ്. അപ്പോൾ ഈ ഭാഗങ്ങളാണ് നമ്മൾ ഒരു ന്യൂറോണിൻ്റെ സ്ട്രക്ചറിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണെന്ന് പറഞ്ഞു: സെൽ ബോഡി, ഡെൻഡ്രൈറ്റ്, ആക്സോൺ. The cell body contains cytoplasm with typical cell organelles and certain granular bodies called Nissel's granules. ഈ സെൽ ബോഡീൻ്റെ ഉള്ളിലുള്ള ചില സെൽ ഓർഗനൽസ് ആണ് അല്ലെങ്കിൽ ചില ചെറിയ ചെറിയ ആ ഒരു ബോഡീസാണ് നമ്മൾ നിസൽസ് ഗ്രാനുൾസ് എന്ന് പറഞ്ഞാൽ ആ ചെറിയ ചുവന്ന നിറത്തിൽ ഇവിടെ കാണിച്ച short fibers which brain rapidly and project out of the cell bodies also contains Nissel's granules and are called dendrites. Dendrites എന്ന് പറഞ്ഞ ഭാഗം കണ്ടില്ലേ, അതിലും എന്തുണ്ടാവും, Nissel's granules എന്ന് പറഞ്ഞാൽ ആ ചെറിയ ചെറിയ കുത്തുപോലത്തെ സാധനങ്ങളുണ്ടാവും. അത് ആ ഒരു ശാഖകളായിട്ട് കാണിക്കുന്നതാണ് ഡെൻഡ്രൈറ്റ്. ദീസ് ഫൈബേഴ്സ് ട്രാൻസ്മിറ്റ് ഇമ്പൾസ് ഫ്രം ടുവാർഡ് ദ സെൽ ബോഡി. അപ്പോൾ ഇമ്പൾസ് എത്തിക്കഴിഞ്ഞാൽ അത് സെൽ ബോഡിയിലേക്ക് ആ ഇമ്പൾസിനെ കൊണ്ടുവരുന്ന ആ ഭാഗത്തിനാണ് ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത്. ദ ആക്സോൺ ഈസ് എ ലോങ് ഫൈബർ ദ ഡിസ്റ്റൽ എൻഡ് ഓഫ് ദ വിച്ച് ഈസ് ബ്രാഞ്ചറ്റ്. ആ ലോങ് ഫൈബർ ആണെന്ത് ആക്സോൺ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആ നീണ്ട. ഈച്ച് ബ്രാഞ്ച് ടെർമിനൽസ് ഹാസ് എ ബൾബ് ലൈക്ക് സ്ട്രക്ചർ കോൾഡ് സിനാപ്റ്റിക് നോബ്. ആ ഒരു ആക്സോണിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് ബൾബ് പോലത്തെ ചെറിയ ചെറിയ ഉണ്ട പോലത്തെ ഭാഗങ്ങൾക്കാണ് നമ്മൾ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. which process synaptic vesicles
കണ്ടെയ്നിങ് കെമിക്കൽ കോൾഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അതിനുള്ളിൽ നിന്നുണ്ട് സിനാപ്റ്റിക് വെസിക്കിൾസ് ഉണ്ട്. ആ വെസിക്കിൾസിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഈ ഉദ്ദീപനങ്ങളെ ഒരു ന്യൂറോൺസിൽ നിന്ന് വേറൊരു ന്യൂറോൺസിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഘടകങ്ങളാണ്. The axon transmit nerve impulse away from the cell body to a synapse or to a neuromuscular junction. അപ്പോൾ ആക്സോൺ എന്താ ചെയ്യുന്നത്? ഇമ്പൾസ് വന്ന് ഉദ്ദീപനം എന്താവുന്നു? സെൽ ബോഡിയിൽ നിന്നും സിനാപ്സ് എന്നുള്ള ഭാഗത്തേക്ക് എത്തും. സിനാപ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ന്യൂറോൺസിനിടയിലുള്ള ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ സിനാപ്സ്, ആ ഒരു ഒഴിവിനെയാണ് സിനാപ്സ് എന്ന് വിളിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ സിനാപ്സിലേക്കോ അല്ലെങ്കിൽ ന്യൂറോ മസ്കുലർ ജംഗ്ഷനിലേക്കോ ഈ ഉദ്ദീപനങ്ങളെ എത്തിക്കുന്നതാണ് ആക്സോൺ. ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ആക്സോൺ ആൻഡ് ഡെൻഡ്രൈറ്റ്സ് ദ ന്യൂറോൺസ് ആർ ഡിവൈഡ് ഇൻ ടു 3 types. അപ്പോൾ ആക്സോണിൻ്റെയും ഡെൻഡ്രൈറ്റിൻ്റെയും ബേസ് ആയിട്ട് നമുക്ക് ന്യൂറോൺസിനെ വ്യത്യസ്ത തരത്തിൽ ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് മൾട്ടിപോളർ ന്യൂറോൺ. എന്താ പോളർ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ആക്സോണും ഉണ്ടാവും, അതേപോലെ തന്നെ 1, 2, 3 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഡെൻഡ്രൈറ്റ് അടങ്ങിയിരിക്കുന്ന ന്യൂറോൺസിനാണ് മൾട്ടിപോളർ ന്യൂറോൺസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് മൾട്ടിപോളർ ന്യൂറോൺ ആണ്. ഒരുപാട് അവിടെ ഡെൻഡ്രൈറ്റുകളെ കാണാം. അതാണ് മൾട്ടിപോളർ എന്ന് പറയുന്നത്. ഉദാഹരണം, ഈ മൾട്ടിപോളർ ന്യൂറോൺസ് കാരണം സെറിബ്രൽ കോർട്ടക്സിലാണ്, നമ്മുടെ സെറിബ്രത്തിലെ ഒരു ഭാഗത്താണ് നമ്മൾ കാണുന്നത്. പിന്നെ ബൈപോളർ ന്യൂറോൺ എങ്ങനെയാണ്? അതിൽ 1 ആക്സോൺ അതുപോലെ 1 ഡെൻഡ്രൈറ്റേ ഉണ്ടാവുള്ളൂ. ഒരു ആക്സോണും ഒരു ഡെൻഡ്രൈറ്റേ ഉണ്ടാവുള്ളൂ. അതിൽ നമ്മൾ സാധാരണ കാണുന്നത് കണ്ണിൻ്റെ റെറ്റിന ഉണ്ടല്ലോ, ആ റെറ്റിനയുടെ ഭാഗത്താണ് അത് കാണുന്നത്, ബൈപോളർ ന്യൂറോൺ. അതേപോലെ യൂണിപോളർ ന്യൂറോൺ. എന്താ യൂണിപോളർ ന്യൂറോൺ? സെൽ ബോഡി വിത്ത് 1 ആക്സോൺ ഓൺലി. എന്താണ്? ഒരു ആക്സോൺ മാത്രമുള്ള ഒരു ന്യൂറോണാണ്. ആക്സോൺ മാത്രമേ ഉള്ളൂ, വേറൊരു ഭാഗമില്ല, ഡെൻഡ്രൈറ്റ് ഇല്ല. അങ്ങനത്തെ ന്യൂറോണിനെ നമ്മൾ വിളിക്കുന്നവരാണ് യൂണിപോളറായിട്ടുള്ള ഈ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഈ ന്യൂറോൺ എംബ്രയോണിക് സ്റ്റേജ്, അതായത് കുട്ടി ഇങ്ങനെ ഫോയിറ്റസ് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു എംബ്രയോണിക് സ്റ്റേജിൽ മാത്രമേ ഇത് യൂണിപോളർ ന്യൂറോൺ കാണപ്പെടുകയുള്ളൂ. പിന്നെ അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞാൽ കുട്ടി ശരീരഭാഗങ്ങളൊക്കെ ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താവും? കുറച്ചുകൂടി ഡെൻഡ്രൈറ്റുകളൊക്കെയുള്ള ന്യൂറോണാണ് കാണുക. അപ്പം വേറെയും കുറച്ച് ഭാഗങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ there are 2 types of axons, namely മൈലിനേറ്റഡ് ആൻഡ് നോൺ മൈലിനേറ്റഡ്. 2 തരത്തിൽ ആക്സോൺ ഉണ്ട്. മൈലിൻ ഷീത്ത് കൊണ്ട് കവർ ചെയ്ത ആക്സോണും അത് കവർ ചെയ്യപ്പെടാത്ത ആക്സോണും. അപ്പോൾ മൈലിൻ ഷീറ്റുള്ള ആക്സോണിനെ നമ്മൾ പറയും മൈലിനേറ്റഡ് ആക്സോൺ എന്നാണ്. അതേപോലെ മൈലിൻ ഷീത്ത് ഇല്ലാത്തതിന് നോൺ മൈലിനേറ്റഡ് ആക്സോൺ എന്നാണ് പറയുക. ദ മൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സ് ആർ എൻവലപ്ഡ് വിത്ത് ഷ്വാൻ സെൽസ്. ആ മൈലിനേറ്റഡ് നെർവ്സിൻ്റെ ഉള്ളിലുള്ള ഒരു സെല്ലുകൾ, ആ കറുത്ത ഭാഗത്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട്, അതാണ് നമ്മൾ ഷ്വാൻ സെൽസ് എന്ന് പറയുന്നത്. മലയാളത്തിൽ ശ്വാനം കോശങ്ങൾ എന്നൊക്കെ പറയും. വിച്ച് ഫോംസ് എ മൈലിൻ ഷീറ്റ്സ് അറൗണ്ട് ആക്സോൺ. ആക്സോണിൻ്റെ ചുറ്റുഭാഗത്തുള്ള ഈ മൈലിൻ ഷീറ്റിൻ്റെ ഉള്ളിലാണ് ആ ഒരു ഷ്വാൻ സെൽസ് കാണാറുള്ളത്. The gaps between 2 adjacent myelin sheets are called nodes of Ranvier. 2 മൈലിൻ ഷീറ്റിൻ്റെ ഉള്ളിലുള്ള ആ ഗ്യാപ്പ്, ആ ജംഗ്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് നോഡ്സ് ഓഫ് റാൻവിയർ. മൈലിനേറ്റഡ് നെർവ്സ് ഫൈബേഴ്സ് ആർ ഫൗണ്ട് ഇൻ സ്പൈനൽ ആൻഡ് ക്രാനിയൽ നെർവ്സ്. അപ്പോൾ സ്പൈനൽ ആയിട്ടുള്ള സ്പൈനൽ കോഡ് ഉണ്ടല്ലോ, നമ്മളെ ഈ ഒരു സുഷുമ്ന നാഡി, അതേപോലെ ക്രാനിയൽ, നമ്മളെ ഈ ഒരു തലയോട്ടിൻ്റെ ഭാഗത്തുള്ള നെർവ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അവിടെയാണ് ഈ മൈലിൻ ഒരു ന്യൂറോണിൻ്റെ ഉള്ളിൽ തന്നെ ന്യൂറോണെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ല ആക്സോണെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷീറ്റ് ഉണ്ട്, അതാണ് മൈലിനേറ്റഡ് ഷീറ്റ്. അങ്ങനത്തെ ഫൈബേഴ്സാണ് ഈ ഭാഗങ്ങൾ കാണാം, ഈ സ്പൈനൽ കോഡ് അതേപോലെ ക്രാനിയൽ നെർവ്സ് ഒക്കെ. എന്നാൽ ഈ വേറെ ഭാഗങ്ങളിൽ അൺമൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സ് എൻക്ലോസ്ഡ് ബൈ ഷ്വാൻ സെൽസ് that does not forms a myelinated sheaths around the axon and is commonly found in autonomous and somatic neural system. ഈ ഓട്ടോണമസ് ആൻഡ് സോമാറ്റിക് ന്യൂറൽ സിസ്റ്റത്തിൻ്റെ ആ ഒരു പെരിഫറൽ ഭാഗങ്ങളിലാണ് എന്തുണ്ടാവുക? ഈ ഒരു അൺമൈലിനേറ്റഡ്, അതായത് മൈലിൻ ഷീറ്റ് ഇല്ലാത്ത ആക്സോൺ അടങ്ങിയിരിക്കുന്ന ന്യൂറോൺസ് നമ്മൾ കാണാറുള്ളത്. ഓക്കെ, അപ്പോൾ ആ തരത്തിൽ നമുക്ക് എന്താക്കാം? ഇങ്ങനെ വ്യത്യസ്ത തരത്തിൽ ഉള്ള ന്യൂറോൺസ് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു നെർവസ് സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഈ ഒരു ന്യൂറോൺസ് പറയുന്നത്. അത് ന്യൂറോൺസ് എന്ന് പറഞ്ഞ കോശം പ്രത്യേക ആയിട്ടുള്ള സ്ട്രക്ചറുള്ള ഒരു കോശമാണ്. അതിൽ ഡെൻഡ്രൈറ്റ് ഉണ്ട്, ആക്സോൺ ഉണ്ട്, അതേപോലെ തന്നെ സെൽ ബോഡി ഉണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. പിന്നെ മൈലിൻ ഷീറ്റ്, അതേപോലെ തന്നെ ഷ്വാൻ സെൽസ്, അതേപോലെ തന്നെ സിനാപ്റ്റിക് നോബ്യൂൾസ്, അതൊക്കെയുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ കൃത്യമായിട്ട് ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾ ഇതിൻ്റെ തന്നെ തുടർച്ച നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എടുക്കും. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ നമ്മൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ പറയും.